ആറ്റിങ്ങൽ നഗരസഭയിലെ നിയമവിരുദ്ധമായ കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിസ്മയത്തിന് മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എന്താണ് സാർ നിയമത്തിലെ അഡ്ജസ്റ്റ്മെന്റ്? ഞങ്ങളിതിനെ ശക്തമായി പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഈ അടിയന്തരമായി വിളിച്ച യോഗം റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. നിയമം അനുശാസിക്കാതെ അവിടെ ഏകപക്ഷീയമായി ഭരണകക്ഷിയിൽപ്പെടുന്നവരെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത്. നമസ്കാരം. ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രതിപക്ഷ അംഗങ്ങളെയും അറിയിക്കാതെ കൗൺസിൽ യോഗം ഇവിടെ വിളിച്ചു. എത്തിയ ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഇത് പ്രതിരോധിച്ചു. ആയിക്കോട്ടെ, ചെറിയ വിഷയങ്ങളൊക്കെ ആയി. ഇപ്പം നമ്മുടെ BJPയുടെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത് പറയും? ആറ്റിങ്ങൽ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായി ചെയർപേഴ്സൺ ഇന്നൊരു കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ നടന്നത്. സാധാരണഗതിയിൽ ഒരു കൗൺസിൽ യോഗം അല്ലെങ്കിൽ ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടുന്നത് നിയമാനുസൃതമായി രേഖാമൂലം കൗൺസിലിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും കത്ത് നൽകിക്കൊണ്ട് സമയവും തീയതിയും അറിയിക്കുകയും ഒപ്പം അജണ്ടയും നൽകിക്കൊണ്ടാണ് ഒരു കൗൺസിൽ യോഗം വിളിക്കേണ്ടതെന്ന് ചട്ടങ്ങളിൽ പ്രതിപാദിച്ചു. പക്ഷേ ഇന്നിവിടെ നടക്കാനായിട്ട് തീരുമാനിച്ച കൗൺസിൽ യോഗത്തിൽ BJPയുടെ ജനപ്രതിനിധികളായിട്ടുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ അറിയിപ്പ് നൽകാതെ മറ്റൊരു കൗൺസിൽ യോഗം അവിടെ നടത്താൻ തീരുമാനിച്ചതായി ഞങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സെക്രട്ടറിയുടെ റൂമിൽ പോയി സെക്രട്ടറിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉപരോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല, നിങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇന്നലെ ലീവായിരുന്നു, അതുകൊണ്ട് അറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒഴിവാകുന്ന തരത്തിൽ സംസാരിക്കുകയും ഒപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എന്താണ് സാർ നിയമത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ്? നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നില്ല. ഒരു ജനപ്രതിനിധിയെ പോലും മാറ്റി നിർത്താതെ എല്ലാ ജനപ്രതിനിധികൾക്കും നോട്ടീസ് നൽകി അതിൽ അജണ്ട ഉൾപ്പെടെ പ്രതിപാദിച്ച് സമയവും തീയതിയും എവിടെ വെച്ചാണോ ഈ കൗൺസിൽ യോഗം നടക്കുന്നത് അത് സംബന്ധിച്ച് മുഴുവൻ പ്രതിപാദിക്കുന്ന ഒരു നോട്ടീസ് നൽകി വേണം ഇത്തരത്തിലൊരു യോഗം വിളിക്കേണ്ട, ഒരു കൗൺസിൽ യോഗം വിളിക്കേണ്ട നിയമത്തിൽ ചട്ടങ്ങളിൽ കൃത്യമായും പ്രതിപാദിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു സെക്രട്ടറി എന്ന നിലയിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ പ്രധാന ഉത്തരവാദിത്തമെന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിയമാനുസൃതമായി നമ്മുടെ പദ്ധതികൾ, അതുപോലെ ജനക്ഷേമ കാര്യങ്ങൾ, കൗൺസിൽ യോഗങ്ങൾ, എല്ലാ കാര്യങ്ങളും നിയമത്തിനനുസൃതമായി പാലിക്കപ്പെട്ടുകൊണ്ട് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അത് ഉത്തരവാദിത്തോടു കൂടി നിയമാനുസൃതമായണോ നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുകയാണ് സെക്രട്ടറി. പക്ഷേ ഇവിടെ സെക്രട്ടറി അതല്ല ചെയ്യുന്നത്. സെക്രട്ടറി ഭരണപക്ഷത്തിന് വേണ്ടി ചാഞ്ഞുകൊണ്ട് നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒത്താശ ചെയ്യുന്ന പല പ്രവൃത്തികളുമാണ് ഇവിടെ നടന്നു വരുന്നത്. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായ ഒരു കെട്ടിടം നിർമ്മിച്ച് പരാതി ഞങ്ങൾ നൽകിയിട്ട് 2 മാസമായി. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുകയും കൗൺസിൽ പറയുകയും മൊത്തം ചെയ്തിട്ട് സെക്രട്ടറി ഇതൊരു നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഭരണസമിതിയെ പേടിച്ചുകൊണ്ട് അദ്ദേഹം നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമം അനുശാസിക്കാതെ അവിടെ ഏകപക്ഷീയമായി ഭരണകക്ഷിയിൽപ്പെടുന്നവരെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത്. ഏറ്റവും അവസാനം സെക്രട്ടറി സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ കൗൺസിൽ യോഗം റദ്ദ് ചെയ്തതായി ഞങ്ങൾക്ക് അറിയിപ്പ് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യമല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതായത് ഈ പറയുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ചേർന്ന് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ നാട്. ആ നാട്ടിലാണ് ഈ പറയുമ്പോൾ പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നഗരസഭയിൽ, മുനിസിപ്പാലിറ്റിയിൽ ഇതേപോലെ ഏകപക്ഷീയമായി ഭരണപക്ഷങ്ങൾ അംഗങ്ങളുടെ മാത്രം ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിയിക്കുകയും. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും പാസ്സാക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെയൊന്നുള്ളത് അറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ നിങ്ങൾ ആരെ അറിയിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയാമോ? എൻ്റെ കൗൺസിൽ കാളി വന്നതിന് ശേഷമാണ് നോട്ടീസ് കൊണ്ട് കയ്യിൽ തന്നത്. 11 മണിക്ക് നമ്മൾ കൗൺസിൽ കാളി വന്നപ്പോഴാണ് നോട്ടീസ് കൊണ്ടുവന്ന് കയ്യിൽ തന്നത്. ഇന്നലെ ഈ നഗരസഭയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായി, ഇവർ ഇറങ്ങിപ്പോയി, അതിനുശേഷമാണ് എന്തെങ്കിലും സംഭവിച്ചത് ഈ കൗൺസിൽ യോഗം പെട്ടെന്ന് വിളിച്ചുകൂട്ടിയതും കാര്യങ്ങളൊക്കെ? ഞങ്ങൾ ഇന്നലെ ഇറങ്ങിപ്പോകാനുള്ളൊരു കാരണം, കൗൺസിൽ യോഗം എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് തുല്യമാണ്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായും പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടായാലും ശരി, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി ബൈല ഉണ്ടാക്കുന്നുണ്ട്. ആ ബൈല
ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി ബൈല ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് തുല്യമാണ്. ഭരണഘടനയിൽ അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമാനുസൃതമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒരു കൗൺസിൽ എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് തുല്യമാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി കുറച്ച് ജനപ്രതിനിധികളെ മാത്രം വിളിച്ചുകൊണ്ടും മറ്റുള്ളവരെ അറിയിക്കാതെയും ഇത്തരത്തിലൊരു യോഗം നടക്കുവാനായിട്ട് ഇവിടെ ഒരു നിശ്ചയിച്ച് തീരുമാനമുണ്ടായപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഞങ്ങളിതിനെ ശക്തമായി പ്രതിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഈ അടിയന്തരമായി വിളിച്ച യോഗം റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് ജനാധിപത്യ രീതിയിൽ ഭരണ സംവിധാനത്തിനനുസരിച്ച് ഞങ്ങൾ അതിനെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇത് യോഗം റദ്ദ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ആറ്റിങ്ങൽ നഗരസഭയിലെ നിയമവിരുദ്ധമായ കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിസ്മാനസ് മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാം ഞാൻ എണ്ണി പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ നഗരസഭയുടെ സെക്രട്ടറി ഈ പറയുന്ന അനുമതി നിഷേധിച്ചൊരു ബിൽഡിങ്ങിന് ഇവിടെ നിന്ന് തന്നെ ലൈസൻസ് സംഭവം ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടറിയുടെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ്. അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ലൈസൻസ് കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളത് പുറത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. ഏതായാലും അതിൻ്റെ ഒടുക്കലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന തെളിവാണ് ഇപ്പോൾ ഈ ചേർന്നിരിക്കുന്ന കൗൺസിൽ യോഗം. പ്രതിപക്ഷ നേതാക്കളെ അറിയിക്കാതെയാണ് യോഗം ചേർന്നിരിക്കുന്നത്. അതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തു, അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീ തമാരാർ സൈനിങ്.